ഉബയ്യ് ഇബ്നു സലൂൽ നിസ്കരിക്കാൻ വരുന്നയാളാണ്. നോമ്പിന്റെ കാര്യത്തിൽ മുമ്പിലുണ്ട്, പള്ളിയിലെ മുസ്ലിങ്ങളുടെ എല്ലാ കാര്യത്തിലും മുമ്പിലുണ്ട്. ഇയാളെ ജനാസ കൊണ്ടുവന്ന് വെച്ചപ്പോ പരിശുദ്ധ പ്രവാചകൻ കാരുണ്യത്തിന്റെ തിരുദൂതരെന്ന് പറഞ്ഞ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചില്ല എന്ന് പറഞ്ഞ് തന്റെ അനുചരനോട് അനീതി കാണിച്ചുവെന്ന് പറയാൻ യഹൂദികൾ നാട് നിളയെ കുപ്രചരണം നടത്താനുള്ള സാധ്യത കണ്ടതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അതിനു വേണ്ടി മുതിർന്നത്. കാരണം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുമുള്ള ഖണ്ഡിതമായൊരു നിരോധനവും വന്നിട്ടില്ല. ഹബീബായ റസൂൽ നാട് നോക്കുമ്പോൾ, സാമൂഹിക അന്തരീക്ഷം നോക്കുമ്പോൾ ഈ സമയത്തിൽ എതിരായി പരസ്യമായി നടപടിയെടുക്കുന്നത്, നിലപാടെടുക്കുന്നത് ഭാവിയിൽ മുസ്ലിം ഉമ്മത്തിന് വലിയ ചോദ്യചിഹ്നമാകും. അതുകൊണ്ട് ഹബീബായ റസൂൽ ഒട്ടും ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല, പിന്നെയോ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അഭ്യർത്ഥന കൂടി മാനിച്ചുകൊണ്ടാണ്. അങ്ങനെ എഴുന്നേറ്റ് നമസ്കരിക്കാൻ എഴുന്നേൽക്കുമ്പോഴാ അള്ളാഹുവിന്റെ റസൂലിനെ പുറകിൽ നിന്നുകൊണ്ട് സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് തങ്ങൾ പിടിച്ചിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് എന്താ ചെയ്യാൻ പോകുന്നത് നബിയേ? അധികം താമസിയാതെ ജിബ്രീൽ വന്നുകൊണ്ട് ഓതി കേൾപ്പിച്ചു, യാ റസൂലല്ലാഹ് വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ. നബിയേ, ഈ രൂപത്തിൽ മരണപ്പെട്ട് ഹബീബേ അങ്ങേക്ക് ബോധ്യമുള്ള കുഫ്രിയത്തിനെ മനസ്സിൽ കൊണ്ട് നടന്ന്, നിഫാഖ് മനസ്സിൽ കൊണ്ട് നടന്ന് മരിച്ചു കിടക്കുന്ന ഈ മനുഷ്യന്റെ പേരിൽ അങ്ങ് നമസ്കരിക്കരുത് റസൂലല്ലാഹ്, അങ്ങ് നിസ്കരിക്കരുത് നബിയേ, അങ്ങ് നമസ്കരിക്കരുത് നബിയേ. പരിശുദ്ധ ഖുർആൻ കൊണ്ട് ജിബ്രീൽ വന്നുകൊണ്ട് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനയെ മുൻനിർത്തിക്കൊണ്ട് റസൂൽ പിന്മാറിയെങ്കിൽ ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഈ ഉബയ്യ് ഇബ്നു സലൂലിന്റെ ജനാസയ്ക്ക് മുമ്പിൽ പോലും അള്ളാഹുവിന്റെ റസൂൽ നിസ്കരിക്കാൻ എഴുന്നേറ്റിട്ടുണ്ട്. എന്നാൽ അതേ പ്രവാചകൻ തന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കപ്പെട്ട ഒരു സഹാബി വര്യൻ, ഉഹദ് യുദ്ധത്തിൽ തന്നോടൊപ്പം പങ്കെടുത്ത, ഖന്തഖ് യുദ്ധത്തിൽ തന്നോടൊപ്പം പങ്കെടുത്ത, ഇസ്ലാമിന് വേണ്ടി ധർമ്മസമരത്തിൽ പങ്കെടുത്ത ഒരു സ്വഹാബി വര്യൻ, ആ സ്വഹാബി വര്യൻ മുമ്പിലേക്ക് ജനാസയായി വന്ന് കിടക്കുമ്പോൾ ആ ജനാസ നിസ്കരിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ എഴുന്നേറ്റില്ല. ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്, അദ്ദേഹം പൊരുത്തം ചോദിക്കേണ്ടതുണ്ട്, അദ്ദേഹം ബാധ്യത നിറവേറ്റേണ്ടതുണ്ടെന്ന് കേട്ടപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇത് ഏറ്റവും ഗൗരവപ്പെട്ട വിഷയമാണ്. ഒരു ഷഹീദാകട്ടെ, ഒരു ഹാഫിളാകട്ടെ, പരിശുദ്ധ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയ വ്യക്തിയാകട്ടെ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ രക്തം ചിന്തി മരണപ്പെട്ടയാളാകട്ടെ, ഇവര് പോലും ഹുഖൂഖുൽ ഇബാദ്, അടിമകളോട്, മനുഷ്യരോട്, തൊഴിലാളികളോട്, സെറ്റികളോടുള്ള കടമകൾ ബാക്കിയാക്കി മരണപ്പെട്ടു വന്നാൽ അവർക്കവിടെ പൊരുത്തം കിട്ടുന്നതല്ല. അവരുടെ വിഷയം ആകെ കുഴപ്പത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതാണ്, ഹബീബായ റസൂൽ പഠിപ്പിച്ചതാണ്. തൊഴിലാളിക്ക് നിങ്ങൾ അവർക്ക് കരാർ ചെയ്ത കൂലി കൊടുക്കണേ, അതിൽ ഒരു കുറവും വരുത്തരുത്. അവന്റെ ജോലി ക്ലിയർ ആണെങ്കിൽ, കൃത്യമാണെങ്കിൽ.